കോൺഗ്രസിൽ നേതാക്കളുടെ പ്രതിഷേധം രൂക്ഷമാകുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ പാർട്ടി വിട്ടു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP ഡീലെന്ന് നുസൂർ, KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അന്തകരെന്നും നുസൂർ പറഞ്ഞു. നെടുമങ്ങാട് മണ്ഡലത്തിലും തർക്കം. അടൂർ പ്രകാശ് UDF കൺവീനർ പദവി രാജിവെക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി കല്ലയം സുഗു ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ പാർട്ടി വിട്ടു. കോൺഗ്രസ് BJP ഡീലാണെന്ന് നുസൂർ പറഞ്ഞു. 1:2 എന്ന ആനുപാതികം ഒരു റേഷ്യോ ഉള്ള ഒരു ഡീല് കേരളത്തിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം, പകരം അരുവിക്കരയിൽ ശിവകുമാറിനെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരനെ വിജയിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ശ്രീലേഖ IPSനെ, കൗൺസിലറിനെ, മുൻ IPS ഉദ്യോഗസ്ഥരെ വട്ടിയൂർക്കാവിൽ കാൻഡിഡേറ്റ് ആക്കി. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ RSSന്റെ ഡീല് ഇന്ത്യയിൽ, കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരാൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾ എഴുതി വെച്ചോ. കോൺഗ്രസ് പാർട്ടിയുടെ അന്തകനായി, കോൺഗ്രസ് പാർട്ടി അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളായി KC വേണുഗോപാൽ മാറും. രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി അറിവൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ കാര്യം. അങ്ങനെ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അന്തകനായി മാറുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും തർക്കം രൂക്ഷമാണ്. നെടുമങ്ങാട് മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അടൂർ പ്രകാശിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജാതി സമവാക്യങ്ങളുടെ പേരിൽ വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവയ്ക്കുകയും ഇദ്ദേഹം ഞങ്ങളുടെ ഇത് പറയുകയാണെങ്കിൽ ഇദ്ദേഹം UDF കൺവീനർ സ്ഥാനം രാജിവെച്ചേ മതിയാവും. ഇയാൾ എന്ത് ത്യാഗമാണ് 25 വർഷക്കാല MLA, 8 വർഷക്കാല MP, എന്ത് ത്യാഗമാണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് പറയുവാനും ഇതുപോലുള്ള അവസരങ്ങൾ പിന്നെ ആരും പ്രതികരിക്കാറില്ല. പ്രതികരിച്ചാൽ മാത്രമേ ഇതൊക്കെ കെട്ടടങ്ങുകയുള്ളൂ. അടിയന്തരമായി അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥാനം രാജിവെച്ച് ഇതിനെല്ലാം മാപ്പ് പറയേണ്ടത് ആവശ്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.